ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 4:17. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. നമ്മുടെ ധ്യാന വിഷയം എപ്പോഴും കർത്താവിനോട് കൂടെ. നിങ്ങളുടെ ഹൃദയപലകയിൽ അത് എഴുതി വയ്ക്കുക. ഓൾവേസ് ടുഗദർ വിത്ത് ജീസസ്. എപ്പോഴും കർത്താവിനോട് കൂടെ, വിട്ടുപിരിയാത്തതായ ഒരു ബന്ധം. ജീവൻ തന്ന് സ്നേഹിച്ച കർത്താവിനോടുള്ളതായ പിരിയാത്ത സ്നേഹബന്ധം. കർത്താവായി യേശുക്രിസ്തുവിൽ അലിഞ്ഞു ചേർന്നതായ ഒരു ജീവിതം. ധ്യാന വിഷയം എന്താണ്? ഓൾവേസ് വിത്ത് ജീസസ്. എപ്പോഴും കർത്താവിനോട് കൂടെ. പൗലോസ് അത് അവസാനിപ്പിക്കുന്നത് ഈ വചനങ്ങളെ കൊണ്ട് തമ്മിൽ ആശ്വസിപ്പിച്ചു കൊള്ളാനാണ്. ആശ്വാസം വേണമോ? എപ്പോഴും കർത്താവിനോട് കൂടിയായിരിക്കണം നമ്മുടെ നടപ്പ്. കർത്താവിൽ നിന്ന് അകന്ന് ഒരു സ്റ്റെപ്പ് വെച്ചതായ ഒരു റോഡോ ഒരു സ്ഥലമോ ഒരു സമയമോ നമ്മുടെ ജീവിതത്തിൽ വരരുത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതിൻ്റെ ഒരു പൂർത്തീകരണം എന്നുള്ള നിലയിൽ പൗലോസ്ലീഹ അനുഭവത്തോടെ സാക്ഷിച്ചു. ഫിലിപ്പിയർക്ക് ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം, 1:21. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്തു ആഴമേറിയ മർമ്മമാണത്. പൗലോസ്ലീഹ സ്വന്തം അനുഭവം സാക്ഷിക്കുകയാണ്. എനിക്ക് ജീവിക്കുന്നുവെങ്കിൽ അത് കർത്താവാണ്, മരിക്കുന്നെങ്കിൽ അത് കർത്താവാണ്. സെയിന്റ് പോൾ സമം യേശു ക്രിസ്തു. ഇത് പറയാൻ ഞാൻ ആര്? ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും ഉള്ളം കൊതിക്കണം. ഞാനും എൻ്റെ കർത്താവും തമ്മിൽ ഒന്നായിരിക്കുന്ന ഒരവസ്ഥ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നത് പോലെ ഈ ദൈവമക്കളും ഞാനും ഒന്നായി തീരണം. ഞാനും എൻ്റെ കർത്താവും ഒന്ന്. സെയിന്റ് പോളിൻ്റെ ജീവിതം സമം കർത്താവ്. ഈ ലോകത്തിൽ ജീവിച്ച ഒരു വ്യക്തിയല്ലേ. ദൈവത്തിനും സുവിശേഷത്തിനും ദൈവവേലക്കാർക്കും എതിരായി കർത്താവിനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഓടിയതായ ഒരു വ്യക്തിയല്ലേ. ദൈവമക്കളെ കൊല്ലണമെന്ന് കൊല നിശ്വസിച്ചുകൊണ്ട് ഓടിയൊരു വ്യക്തിയല്ലേ. ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് കർത്താവ് ജീവിക്കുന്നു, മരിച്ചാൽ കർത്താവിനോട് കൂടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു കൊതിയില്ലേ? സാറേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്കൊരാഗ്രഹമുണ്ടല്ലോ. കർത്താവിനോട് കൂടെ എപ്പോഴും ജീവിക്കുവാൻ ആവശ്യമായിരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കർത്താവിനോട് കൂടെ എപ്പോഴും കർത്താവിനോട് കൂടെ നടക്കണ്ടേ, ജീവിക്കണ്ടേ? എന്നാലല്ലേ കർത്താവിനോട് കൂടെ വാഴാനായിട്ട് പറ്റുകയുള്ളൂ. അതിന് നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട, അതേ സമയത്ത് ഉൾക്കൊള്ളാൻ അല്പം ബുദ്ധിമുട്ടുള്ളതായ ചില മർമ്മങ്ങൾ പറയുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. യേശുക്രിസ്തുവിനോട് കൂടെയുള്ള പുതിയ ജീവിതത്തിലേക്ക് നയിക്കുവാനുള്ള പടികൾ, അതിനുള്ളതായ സ്റ്റെപ്സ് എന്തെല്ലാമാണ്, പടികൾ എന്തെല്ലാമാണ്? 1-ാമത്തെ കാര്യം, റോമർ 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. 1-ാമത്തെ പടി ഏതാണ്? റോമർ 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് വാക്കോർത്തോളണം. അവനോട് കൂടെ, വിത്ത് ജീസസ്, അവനോട് കൂടെ. എഫേസ്യർ ലേഖനം 2:5 ആ വാക്കുണ്ട്, വായിച്ച്. എഫേസ്യർ 2:5 വായിച്ച്, 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. ക്രിസ്തുവിനോട് കൂടെയുള്ളതായി ജീവിതം, അതൊരു കൊതിയായിട്ട് നിങ്ങൾ എടുക്കണം. കർത്താവേ, ഇന്ന് ഈ വചനത്തിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ച് എനിക്ക് കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടി ഊണിലും ഉറക്കത്തിലും നടപ്പിലും എടുപ്പിലും കെട്ടിലും മട്ടിലുമെല്ലാം ചേർന്ന് നടക്കുന്ന, ഒന്നായി തീരുന്ന ഒരു അനുഭവം തരണമേ എന്ന് ഉള്ളം തൊട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവത്തോട് നിങ്ങളോട് ഇടപെടും. നാം റോമർ 6:6 എന്താണ് വായിച്ചത്?
ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. വിത്ത് ജീസസ്, ക്രൂസിഫൈഡ് വിത്ത് ജീസസ്. ദൈവത്തിന് സ്തോത്രം. അതെങ്ങനെ നടക്കും? നമുക്ക് തന്നെത്താൻ സാധ്യമല്ല. ഇവിടെ ഒരു കുരിശ് നാട്ടിയിട്ട് എന്നെ തന്നെ ആ ക്രൂശിൽ നാട്ടാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ എൻ്റെ കർത്താവിനോട് പറയണം, കർത്താവേ എനിക്കിനി ജീവിക്കണ്ട. പൗലോസിനെ പറഞ്ഞു, ഗലാത്യർ 2:20 പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല, കർത്താവിനിൽ ജീവിക്കുന്നു. നോട്ട് ആം ഐ. അത് ആഴമേറിയ ഒരു മർമ്മമാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അത് നടക്കുമോ? ക്രൂശിക്കാൻ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാം. ഈ തന്നിഷ്ടം വേണ്ട കർത്താവ്, എൻ്റെ തൻ്റെ ഇടം വേണ്ട കർത്താവ്, എൻ്റെ സ്വയം വേണ്ട കർത്താവ്, എൻ്റെ അഹങ്കാരം വേണ്ട കർത്താവ്, എൻ്റേതായ കഴിവും ശക്തിയും ബുദ്ധിയും പ്രതാപവും ഒന്നും വേണ്ട കർത്താവ്. ആ ജഡത്തെ, എൻ്റെ രാഗമോഹങ്ങളോടെ, ആ തല ഉയർത്തി നിൽക്കുന്ന സ്വയത്തെ, ഈ ലോക സ്നേഹത്തെ, ശരീരത്തിൻ്റെ രാഗമോഹങ്ങളെ ഒന്ന് നിർദാക്ഷിണ്യം ക്രൂശിച്ചു തരാമോ കർത്താവേ? നിസ്സാര വാക്കല്ലത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് ക്രൂശിച്ച് കിട്ടിയെന്ന് വിചാരിച്ച് ഒറ്റ നിമിഷം കൊണ്ട് മരിക്കുകയില്ല. 3 ആണികളിൽ കൈകളിലും കാലുകളിലുമായിട്ട് ആണിയടിക്കുന്ന ഒരു വ്യക്തി ഉടനെ മരിക്കണമെന്നില്ല. നമ്മുടെ സ്വയവും പഴയ പ്രകൃതിയും വേഗം മരിക്കുകയില്ല. പക്ഷെ അത് വേദനാജനകമായ ഒരു കാര്യമാണ്. ക്രൂശിൽ കിടക്കുക എളുപ്പമാണോ? ദൈവമക്കളെ, വെറുതെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ പോരാ. കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടി എന്തു വേദന സഹിച്ചാലും സ്വയവും ജഡവും ലോകസ്നേഹവും ക്രൂശിക്കപ്പെട്ട് അത് ഒന്നില്ലായ്മയായി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹത്തോടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം. പറ്റുമെങ്കിൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം. പൊത്തുവരുത്തി ആത്മീയമായി നമ്മുടെ കൂട്ടായ്മയിൽ ദൈവങ്ങൾ മുന്നോട്ട് പോകാൻ ഇടവരരുത്. ഒന്ന്, ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ കാര്യം എന്താണ്? റോമർ 6-ാം വാക്യം വായിച്ച്. ഒന്ന്, ടുഗദർ, കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ് വായിച്ചു. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ, അടുത്ത വാക്ക് ശ്രദ്ധിച്ചേ, അവനോട് കൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൂടെ ജീവിക്കും. ഒരു മരണം നടന്നു, ഇനി കൂടെ ജീവിക്കുകയാണ്. എ ലൈഫ് ടുഗദർ വിത്ത് ജീസസ്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിനു മുമ്പ് കൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. 6:8 വായിച്ചേ. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പ് അതാണ്. ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, മരണം നടക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഡൈഡ് വിത്ത് ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ദൈവമക്കളെ, നിസ്സാരമായ കാര്യമല്ല. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അഹങ്കാരിയായിരുന്ന, അധികാരപത്രം കയ്യിലുള്ള, യുവതലമുറയുടെ അനിഷേധ്യ നേതാവായ, അന്നത്തെ വിദ്യാസമ്പന്നനായ, ജന്മന റോമ പൗരനായ, തൻ്റെ ഇടത്തോടെ പ്രാഗൽഭ്യത്തോടെ നട്ടല് നിവൃത്തി നടക്കുവാൻ കരുത്തും ശേഷിയും ക്ഷേമഷിയുമുള്ളതായ ശൗല് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് തകർന്ന് തരിപ്പണമായി വീണു. ദൈവത്തിന് സ്തോത്രം. ഒരു പഴയ മനുഷ്യന്റെ മരണമായിരുന്നു അത്. ഡൈഡ് വിത്ത് ജീസസ്. നടന്നിട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഞാൻ തന്നെത്താൻ ശോധന ചെയ്തു. ഏത് പാപപ്രകൃതിയാണ് മരിച്ചിരിക്കുന്നത്? റോമർ 6:5. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുകയാണ്. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു. ദൈവത്തിന്റെ മഹത്വം. ഞാൻ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചു. എൻ്റെ ദൈവമേ, ഇത് പറയാൻ ഞാനാര്? FB മേയർ എന്ന് പറയുന്ന ആബ്സല്യൂട്ട് സെൽഫ് സറണ്ടർ എന്ന പുസ്തകമൊക്കെ എഴുതിയതായ ഒരു സമ്പൂർണ്ണ സമർപ്പണമെടുത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ബൈബിൾ ക്ലാസ്സിൽ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിക്കുക. ക്രൂശിൻ്റെ മുമ്പ് ഒരു ക്രൂശ് നാട്ടിയിരിക്കുന്നു, അതിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും കൂടെ നിൽക്കുന്നു. നിങ്ങൾ ആ ക്രൂശിൻ്റെ മുമ്പിൽ നോക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഒറ്റ വാക്കിൽ എല്ലാവരും പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ഞങ്ങൾ കാണുന്നു. FB മേയർ കുട്ടികളോട് പറഞ്ഞു, നമുക്ക് ക്രൂശിൻ്റെ പുറകിലേക്കൊന്ന് പോകാം, ക്രൂശിൻ്റെ പിന്നിലേക്കൊന്ന് പോകാം.
ക്രൂശിൻ്റെ പിന്നിൽ എന്താ ഉള്ളത്? കുട്ടികളെല്ലാവരും പറഞ്ഞു വി സി എ നേക്കഡ് ക്രോസ്. ഒന്നുമില്ല, 2 മരക്കഷ്ണം മാത്രമേ കാണുന്നുള്ളൂ, ഒന്നുമില്ലാത്തതായ മരക്കഷ്ണങ്ങൾ. എഫ് ബി മേയർ പറഞ്ഞു, അല്ല മക്കളെ, ഞാൻ മറ്റൊന്ന് കാണുന്നുണ്ട്. അഹങ്കാരിയായിരിക്കുന്ന മേയർ അവിടെ തൂക്കപ്പെട്ട് കിടക്കുന്നു. അഹങ്കാരിയായിരിക്കുന്ന മേയർ. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ, സ്വയം വരുത്തി വെച്ച വിനകൾ ഒത്തിരിയാണല്ലോ. എല്ലാ രംഗത്തും പ്രസംഗിക്കാൻ നിന്നാൽ, പ്രസംഗം നന്നായാൽ ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങൾക്ക് ദൈവം എടുത്ത് ഉപയോഗിച്ചാൽ ഒരു കണികയ്ക്ക് പോലും പ്രശംസയില്ലാതെ സ്വയത്തിന് മരിച്ച ഒരു പ്രകൃതി എനിക്ക് തരാമോ എന്ന് ഞാൻ ഈ കാലങ്ങളിൽ ഉള്ളം തൊട്ട് പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 2 തീമോത്തിയോസ് 2:11 വായിച്ച്. 2 തീമോത്തിയോസ് 2:11 ക്രിസ്തുവിനോട് കൂടെ മരിച്ചു. ഹല്ലേലൂയ, കൂടെ മരിച്ചു. വായിച്ചോ. നാം അവനോട് കൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. ദൈവമക്കളെ, ദൈവം അവനോട് കൂടെ മരിച്ചു. പൗലോസ് ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എന്തെങ്കിലും മരണം നടന്നിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ എനിക്ക് വായിക്കാൻ പോലും പേടിയുള്ളതായ ഒരു വാക്യം പൗലോസ് പറഞ്ഞു. റോമർ 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറഞ്ഞിരിക്കുന്നത് 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ? അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. നിങ്ങളുടെ വേദോസ്തം നോക്കി എണ്ണുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധ വെച്ച് ഹൃദയം തുറന്ന് പൗലോസ് പറഞ്ഞു, നിങ്ങളെന്ന് എണ്ണണം. അക്കൗണ്ട് വിത്ത് ഓൾ മാത്തമാറ്റിക്കൽ ആക്യുറസി. കണക്ക് കൂട്ടുന്നത് പോലെ. 2-2-4 പരിശുദ്ധ മധുവയിലും 2-2-4, ചന്തസ്ഥലത്തും 2-2-4, ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ച് നടക്കുമ്പോൾ 2-2-4, കോളേജിലാണെങ്കിലും അടുക്കളയിലാണെങ്കിലും വേലക്കാരിയോടാണെങ്കിലും അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും കണക്ക് കൂട്ടിയാൽ എത്ര? 2-2-4. നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ചിന്തിച്ച്, ഏത് രംഗത്തും എവിടെയും ഏത് പ്രായത്തിലും ഏത് സാഹചര്യത്തിലും 2-2-4 എന്ന് പറയുന്ന കണക്ക് മാറ്റമില്ലാത്തതുപോലെ ഞാൻ പാപസംബന്ധമായി മരിച്ചു. ഐ റെക്കൺ മൈസെൽഫ്. ദൈവത്തിന് സ്തോത്രം. ഡെഡ് അൺടു സിൻ. എൻ്റെ കർത്താവേ, ദൈവത്തിന് സ്തോത്രം. എവിടെയുണ്ട് നമ്മുടെ ആത്മീയ നിലവാരം? ഇന്ന പാപത്തിന് മരിച്ചു എന്ന് പറയാനുണ്ടോ? കോപത്തിന് മരിച്ചോ? അശുദ്ധിക്ക് മരിച്ചോ? അഹങ്കാരത്തിന് മരിച്ചോ? ലോകസ്നേഹത്തിന് മരിച്ചോ? ഞാനും ഞെട്ടലോടാണ് ഇത് പറയുന്നത്. ഇത് ഇരുവായത്തിലുള്ള ആളല്ലേ. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു മരണം നമ്മുടെ ജീവിതത്തിൽ നടന്നേ മതിയാവുള്ളൂ. പഴയ സ്വഭാവം മരിച്ചു. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അടുത്ത വാക്കെന്താ? പഴയത് കഴിഞ്ഞു പോയി. എല്ലാം കഴിഞ്ഞോ? പഴയ കോപം എല്ലാം സാറേ എന്നേ വിട്ടുപോയി എന്ന് ദൈവത്തിനറിയാം. എല്ലാം അങ്ങ് പോയി സാറേ. ഇപ്പൊ കോപിക്കാൻ പറ്റണില്ല. ഒന്ന് കൈവെക്കാൻ പറഞ്ഞ എത്ര പേരുണ്ടാവും? എൻ്റെ ദൈവമേ, നാവിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവർ എത്ര പേരുണ്ട്? നാവ് മാനസാന്തരപ്പെട്ടവർ, കണ്ണ് മാനസാന്തരപ്പെട്ടവർ. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ക്രൂസിഫൈഡ് വിത്ത് ജീസസ്. 2, കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ഡൈഡ് വിത്ത് ജീസസ്. ഇനി ക്രിസ്തുവിനോട് കൂടി എന്താണ്? 6-4 റോമർ 6-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ ദൈവത്തിന് സ്തോത്രം. വായിച്ചു. അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. മരണം കഴിഞ്ഞു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നോക്കുമ്പോൾ കർത്താവ് ക്രൂശിലല്ല. എവിടെയാണ്? കല്ലറയിലാണ്. കർത്താവിനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. പൗലോസ്ലീഹയുടെ ഓരോ പടികൾ കണ്ടോ? ബറീഡ് വിത്ത് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ടു. ഞാനെന്ന പഴയ മനുഷ്യനെ തപ്പിയാൽ കിട്ടാനില്ല. ആ വ്യക്തി എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ആ വ്യക്തി മരിച്ചു, ആ വ്യക്തി അടക്കപ്പെട്ടു. ഇപ്പോൾ ജീവിക്കുന്ന ഒരു പുതിയ വ്യക്തിയാണ്. വാച്ച്മാനി. അദ്ദേഹത്തിന് ധാരാളം സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു, കൂട്ടുകാർ. വാച്ച്മാനി നന്നായിട്ട് ചീട്ട് കളിക്കുമായിരുന്നു. വാച്ച്മാനിയുടെ ജീവിതത്തിൽ അത്ഭുതകരമായൊരു മാനസാന്തരം നടന്നു. പഴയ മനുഷ്യൻ മരിച്ചു, പുതിയ സൃഷ്ടിയായി തീർന്നു.
ഒരു ദിവസം കൂട്ടുകാരെല്ലാവരും കൂടെ വന്നപ്പോൾ വാച്ച്മാന് ഒരു കമ്പാർട്ട്മെന്റിൽ, ട്രെയിനിലൊരു കമ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണ്. ഞങ്ങളുടെ പഴയ സുഹൃത്തിനെ പിടികിട്ടിയല്ലോ, നന്നായി. ഇപ്പൊ കോറം തികഞ്ഞ് 6 പേര് വേണം ചീട്ട് കളിക്കാൻ. ഞങ്ങൾ 5 പേരേ ഉള്ളൂ, നീയും കൂടെ വന്നപ്പോൾ 6 പേര്. നമ്മൾ ഒന്നിച്ച് എത്ര പ്രാവശ്യം ചീട്ട് കളിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഇരുന്നു, ചീട്ട് എങ്ങനെ കശക്കി എല്ലാവർക്കും കൊടുത്തു. വാച്ച്മാനി മേടിച്ചില്ല. അതെന്താ മേടിക്കാത്തേ? വാച്ച്മാനി പറഞ്ഞൊരു വാക്ക് ഞാൻ വായിച്ചു, ഞാൻ എൻ്റെ കൈ കൊണ്ടുവന്നിട്ടില്ലല്ലോ. നിനക്ക് എന്നാ പറ്റിയേ? നിന്റെ 2 കൈകൾ കണ്ടില്ലേ? പിന്നെ എന്താ കുഴപ്പം? അത് പുതിയ കൈകളാണ്, പഴയ കൈകൾ മരിച്ചുപോയി. ഇനി ഈ കയ്യിൽ ചീട്ടും മദ്യവും ഒന്നും തൊടുമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നടക്കണ്ടേ? സെയിന്റ് അഗസ്റ്റീൻ പറഞ്ഞില്ലേ, ദൈവത്തിന് സ്തോത്രം. ഇത് പഴയ അഗസ്റ്റീനോസ് അല്ല. നമ്മുടെ കൂട്ടായ്മയിലെ ദൈവമക്കൾ കൊതിയോടെ, എനിക്കൊരു മരണം വേണമല്ലോ, എനിക്കൊരു കബറടക്കം വേണമല്ലോ. ഒരധ്യായം തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആ വ്യക്തിയെ നോക്കിയാൽ ആ പഴയ അഹങ്കാരമുള്ള വ്യക്തിയില്ല, പൊങ്ങച്ചമുള്ള വ്യക്തിയില്ല, ഫാഷണബിളായിട്ടുള്ളതായ വ്യക്തിയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തു അത്ഭുതം പ്രവർത്തിച്ചു. ആ കുരുടനും കുഷ്ഠരോഗിയൊക്കെ ആ പഴയ മനുഷ്യനാണ്. അവിടെ ഇരുന്ന ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നായ ആ തളർവാദ രോഗി തന്നെയാണോ നീ? ആളില്ല. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, യേശുക്രിസ്തുവിനോടുകൂടെ മരിച്ചു, യേശുക്രിസ്തുവിനോടുകൂടെ കുഴിച്ചെടുപ്പെട്ടു. പോരല്ലോ ദൈവമക്കളെ. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ച്, എഫേസ്യർ 2-ാം-അധ്യായത്തിൻ്റെ 6-7. ഞാൻ വാസ്തവത്തിൽ ആത്മാവിൽ ഇങ്ങനെ ത്രസിച്ചു പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ ഒരു അനുഭവത്തിലേക്ക് എന്നെ ക്രമേണ ഒന്ന് എത്തിക്കണം കർത്താവേ. കൂട്ടായ്മയിൽ വരുന്ന ദൈവമക്കൾ, ദി ഓൾഡ് ഹാസ് ഗോൺ, ദ ന്യൂ ഹാസ് കം. ദൈവത്തിന് സ്തോത്രം. പഴയ പ്രകൃതിയും പഴയ വാശിയും പഴയ അശുദ്ധിയും പഴയ തമ്മിത്തല്ലും പഴയതായിരിക്കുന്ന കുശുമ്പും പഴയതായിരിക്കുന്ന വിമർശനങ്ങളും, ദൈവത്തിന് സ്തോത്രം, പഴയതായിരിക്കുന്ന വക്കാണവും ഒന്നുമില്ല. ദൈവത്തിന് സ്നേഹത്താൽ നിറഞ്ഞതായ ഒരു കൂട്ടം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രകൃതി വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഡിവൈൻ ക്യാരക്ടേഴ്സ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളായിട്ടുള്ളതായ ഒരു കൂട്ടം. ഇനി നമുക്ക് അടുത്ത എന്താണ്? ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, കുഴിച്ചിടപ്പെട്ടു. പിന്നെ അടുത്ത വാക്യം വായിച്ചേ. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച്. അവനോട് കൂടെ എന്നുള്ള വാക്കാണ് നമ്മുടെ ധ്യാന വിഷയം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എൻ്റെ ദൈവമേ, ഹല്ലേലൂയ. ദൈവത്തിന് ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. റേസ്ഡ് വിത്ത് ജീസസ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പഴയ മനുഷ്യൻ അങ്ങ് അടക്കപ്പെട്ടു. ഇപ്പോൾ ജീവന്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ഉയർത്തെഴുന്നേറ്റതായ ഒരു ജയത്തിന്റെ ജീവിതം. മരണമേ എന്നിന്റെ ജയം എവിടെ? പാതാളമേ എന്നിന്റെ വിഷമുള്ളവിടെ? ദൈവത്തിന് സ്തോത്രം. മരണത്തെയും പാതാളത്തെയും ജയിച്ച് ജയാളിയായി ഉയർത്തെഴുന്നേറ്റ, പാപത്തിന്റെ മേൽ അത്ഭുതകരമായി ജയം പ്രഖ്യാപിച്ചുകൊണ്ട്, കാൽവറിയിലെ ജയത്തിന്റെ സ്ലീബ കയ്യിൽ പിടിച്ചുകൊണ്ട്, കാൽവറിയിൽ കത്തിയതായിരിക്കുന്ന സ്നേഹത്തിന്റെ ആ ദീപശിഖ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നേറുന്നതായ ജയാളികളുടെ ഒരു കൂട്ടം. ഒരിക്കലും പരാജയപ്പെടാത്ത, ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ലാത്ത, ഒരിക്കലും പരാജയപ്പെടുകയില്ലാത്ത ജയാളിയായ കർത്താവായ യേശുക്രിസ്തു നമുക്ക് രക്ഷകനായിട്ടുള്ളപ്പോൾ നമ്മൾ എന്തിനാ പരാജയപ്പെട്ട് തോറ്റു തുന്നം പാടി നടക്കുന്നത്? ജയാളി നാം ജയാളി എന്നുള്ള പാട്ടില്ലേ, അത് പാടിക്കൊണ്ട് നാം ജയാളികളായി നടക്കണം, ജയജീവിതത്തിൻ്റെ ഉടമകളായി മാറണം. ഇത് വാക്കുകളുടെ പ്രസംഗ വിഷയമായാൽ പോരാ. ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനായിട്ട്. കൊലോസ് 2:12. സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ദൈവമേ, ദൈവത്തിന് സ്തോത്രം. അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേറ്റു. കാരണം വി ആർ ഇൻ ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിലാണ്. ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, ക്രിസ്തുവിനോട് കൂടെ മരിച്ചു, ക്രിസ്തുവിനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ഇതാ കർത്താവായ യേശുക്രിസ്തുവിനോട് ജീവന്റെ പുതുക്കത്തിൽ ജയാളികളായി എഴുന്നേറ്റു. അങ്ങനെയുള്ളവരുടെ ജീവന്റെ ചൈതന്യം തുടിക്കുന്നൊരു ജീവിതം. പഴയതെല്ലാം കഴിഞ്ഞുപോയി ജീവിതത്തിന്റെ വിശുദ്ധിയുടെ ശക്തിയും അതിൻ്റെ സുഗന്ധവും മണക്കുന്നൊരു ജീവിതം. ഹല്ലേലൂയ. ഞാൻ ആരാണ്? പരാജയപ്പെട്ട് നടക്കല്ലേ ദൈവമക്കളെ.
ഇത് അസാധ്യമായ കാര്യമല്ല. സാധിപ്പിച്ച് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നാൽ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീൻ എന്ന് പ്രാഗൽഭ്യത്തോടെ പറഞ്ഞതായ പൗലോസ്ലീഹയുടെ ജീവിതത്തിൻ്റെ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഉള്ളതായ അനുഭവ സാക്ഷ്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കണം, ഇത് സാധിപ്പിച്ചേ ഞാൻ അടങ്ങിയുള്ളു കർത്താവേ എന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പഴയ മനുഷ്യൻ ഇനി അതില്ല. സ്വയത്തെ പഴയ മനുഷ്യനെ ക്രൂശിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുതിയ ചൈതന്യം ഉൾക്കൊള്ളുന്ന യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവവുമായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിങ്ങൾക്ക് കൊതിയോടെ എന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് അത് സാധിപ്പിച്ചു തരട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ 4 പടികൾ കഴിഞ്ഞാൽ തീർന്നില്ല. മതി. ഇവിടെ ജയാളിയായി ജീവിച്ചാൽ മതിയോ? ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയോ? ഇവിടെ സാക്ഷ്യത്തോടെ ജീവിച്ചാൽ മതിയോ? പോരല്ലോ ദൈവമക്കളെ. വായിച്ചേ കൊലോസ്യർ 3:3-4. കൊലോസ്യർ 3:3-4. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. സ്തുതിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അതാ 1 തെസ്സലോനിക്കർ 4:17 മാത്രം എന്ന് വെച്ചാൽ അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. ഈ നിമിഷം കർത്താവ് ഇങ്ങ് വന്നാൽ ഈ 4 പടികൾ ജയിച്ച് മുന്നോട്ട് വന്ന ദൈവമക്കൾ ദൈവത്തിന് എല്ലാവരും തേജസ്സിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വി ഷാൽ അപ്പിയർ വിത്ത് ജീസസ് ഇൻ ഗ്ലോറി. ദൈവ തേജസ്സിൽ യേശുവിൻ പൊന്മുഖം ഞാൻ കാണും. വായിച്ച് 1 തെസ്സലോനിക്കർ 4:17 വായിച്ചേ. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ. ഹല്ലേലൂയ. ആകാശത്തിൽ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളൊരു ഉറപ്പ് കർത്താവിന് കൊടുക്കണം. ഈ നിമിഷം കർത്താവ് വന്നാൽ, അല്ല ഇന്ന് രാത്രിയിൽ കർത്താവ് വന്നാൽ ഒറ്റ മനുഷ്യൻ കാണരുത്. കാരണം ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഉള്ളവരാരെല്ലാമാണ്? എ പേഴ്സൺ, എ ബിലീവർ ഹു ഈസ് ക്രൂസിഫൈഡ് വിത്ത് ജീസസ്. പഴയ മനുഷ്യന്റെ കർത്താവിനോട് കൂടെ വേദനയുണ്ട് എങ്കിലും ക്രൂശിക്കപ്പെട്ടു. ആ പഴയ മനുഷ്യൻ മരിച്ചു, ഡൈഡ് വിത്ത് ജീസസ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. ഇനി ആ പഴയത് ആരും കാണണ്ട. ബറീഡ് വിത്ത് ജീസസ്, കുഴിച്ചിടപ്പെട്ടു, ക്രിസ്തുവിൽ അങ്ങോട്ട് മറഞ്ഞു. ഹല്ലേലൂയ. പോരാ, അങ്ങനെ മറിഞ്ഞു കിടന്നാൽ പോരല്ലോ. എനിക്ക് എഴുന്നേറ്റ് കർത്താവായി യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷമായിട്ട് ഓടണ്ടേ. ജീവന്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേറ്റു പുതിയ ചൈതന്യത്തോടെ കർത്താവിന്റെ ലജ്ജിപ്പാൻ വകയില്ലാത്ത സാക്ഷിയായി. ദൈവത്തിന് സ്തോത്രം. മഗ്ദലക്കാരി മറിയെപ്പോലെ അങ്ങോട്ട് ഓടുകയാണ്. ഞാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവായി യേശുക്രിസ്തുവിനെ കാണുക മാത്രമല്ല, ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനിതാ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഹീ ഈസ് റിസൺ. അതുകൊണ്ട് വായില്ല കർത്താവ് തേജസ്സിൽ എനിക്ക് എടുക്കപ്പെടണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തേജസ്സിൽ എടുക്കപ്പെടണം. അവനോടൊരു വാഴണ്ടേ? നിങ്ങൾക്കൊരു ഉറപ്പ് തരാമോ? ഞാൻ ഈ ശുശ്രൂഷ നിർത്തുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ ഒന്നിച്ച് കാണാൻ സാറേ. മധ്യാകാശത്തിൽ മണിപ്പന്തലിൽ ദൈവത്തിന് സ്തോത്രം മണവാളൻ വെളിപ്പെടുന്ന സമയത്ത് മണവാട്ടിയായ ഞാൻ ആ സ്നേഹത്തിൻ്റെ കാന്തശക്തിയാൽ പറന്നുയരും. മഹിമാവിൻ നീരാളം ചാർത്തി ദൈവത്തെ മുഖാമുഖമായി കണ്ട് നന്ദിയോടെ ഞാൻ ആർത്തുപാടി സ്തുതിക്കും. അതിന് പൊന്നു തമ്പുരാൻ നമുക്ക് കൃപ തന്ന് സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.